തയ്യൽ അറിയുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഇതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യമേ ടേപ്പും ചോക്ക് എടുത്തിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് പോകും. നേരെ നമ്മൾ ഇവിടെയും സെന്ററൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്യും അല്ലേ. പക്ഷേ ഈ ഒരു വശം നമ്മൾക്ക് ചോക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തയ്ച്ചു പോവാം. ഇവിടെ നമുക്ക് തയ്ക്കുമ്പോൾ ഇതുപോലെ തിരിച്ചിടണ്ടേ. അപ്പോൾ മാർക്കിംഗ് ആണെങ്കിൽ ഈ ഒരു വശത്തായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് തന്നെ ഒരു ചോക്കോ ടേപ്പോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഈ 2 സൈഡും കൂട്ടി ജോയിൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തയ്ക്കുന്നവർക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. കുറച്ച് ബിഗ്നസ് ഒക്കെ ഉണ്ടാവത്തില്ലേ, അങ്ങനെയുള്ളവർക്ക് 2 വശവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചാനലിൽ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾക്ക് ഈ സൂചിയിൽ നിന്ന് ഈ നൂല് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ബോബിനും കേസും മാറ്റണം കേട്ടോ. നൂല് വേണ്ട, അടിനൂലും മേൽനൂലും വേണ്ട, അത് നമുക്കങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ചെയ്യേണ്ടത് ഈ അറ്റം ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എടുത്തു വെക്കാം. എന്നിട്ട് ഇപ്പുറത്തെ അറ്റം കണ്ടോ, കറക്റ്റ് ലെവലിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ലെവൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ലെവലും ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ 2 ഭാഗം കൂടെ ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇവിടെ ഈ 2 ലെവലും ഞാൻ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടോ. ഇപ്പോൾ നമുക്ക് 4 കഷ്ണം തുണിയാണ് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അളവ് 2 ഇഞ്ച് കറക്റ്റ് എത്രത്തോളം വരും എന്നറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു അളവൊക്കെ എത്ര ആണെന്ന് അറിയാൻ പറ്റും. അതേ ഞാനിവിടെ ചോക്കിന് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആ 2 ഇഞ്ച് നമ്മുടെ ഹിപ്പ് വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഞാനൊന്ന് തയ്ക്കുവാണ് കേട്ടോ. പക്ഷേ നൂലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഈ ഒരു അളവിൽ കൂടെ ഇങ്ങനെ അങ്ങ് തയ്ച്ച് നമ്മുടെ ആ ഒരു ഹിപ്പ് വരെ ഇങ്ങനെ അങ്ങോട്ട് വരിക. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വീതി കുറച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ തുണി വീണ്ടും ഒന്ന് കറക്റ്റ് ലെവൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വീതി കുറച്ച് അറ്റം വരെ അങ്ങോട്ട് തയ്ച്ച് കൊണ്ടുവരിക. ഇതുപോലെ ഇങ്ങനെ കണ്ടോ, നമ്മൾ നൂലില്ലാതെ ഇഷ്ടം പോലെ സ്റ്റിച്ചിൻ്റെ ആ ഒരു കുത്തു പാട് ഇങ്ങനെ അങ്ങ് നമുക്ക് ലാസ്റ്റ് വരെ ഉണ്ടാവും. ഇനി ഞാനൊന്ന് വിടർത്താൻ പോവാണേ. വിടർത്തുമ്പോൾ നമ്മൾക്കിനി ഈ 2 വശവും തയ്ക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇതേപോലെ മാർക്കിങ് ഉണ്ടാവും. സെയിം തന്നെ ഇവിടെയും ഉണ്ടാവും. അപ്പോൾ ഈ 2 വശവും ഞാൻ തയ്ച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സൂചിയിൽ നൂലും അതുപോലെ തന്നെ ബോബിനും കേസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വശം തയ്ക്കുവാണ് കേട്ടോ. ഈ വശം നമുക്ക് ചോക്കുള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ചോക്കിൻ്റെ മീതെ ആയതുകൊണ്ടായിരിക്കും ഇത്ര ഈസി ആയിട്ട് പോകുന്നത്. ചോക്കതേ ഇവിടം വരെ ഉള്ളൂ. കുറച്ചുകൂടി താഴത്തേക്ക് പോകുമ്പോൾ കണ്ടോ, ഈ ലെവൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നും നോക്കേണ്ട, നേരെ അങ്ങ് താഴത്തേക്ക് അങ്ങ് തയ്ച്ച് പോയാൽ മതി. ഈ ഭാഗം തയ്ച്ചു കഴിയും. ഇനി ഇപ്പുറത്തെ ഭാഗം വരുമ്പോഴല്ലേ നമുക്ക് ടഫായിട്ട് വരുന്നത്. പിന്നീട് ഒരു പേനയും അല്ലെങ്കിൽ മാർക്കറും ചോക്കും സ്കെയിലും പിന്നെന്താ ടേപ്പും ഒക്കെ എടുക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റ് അളവിൽ തന്നെ കണ്ടോ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്ത്, സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നൂലില്ലാത്ത ജസ്റ്റ് ഒരു അളവിനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും. സ്റ്റിച്ച് പാടിൻ്റെ മീതെ വെച്ചിട്ട് ഞാൻ തയ്ക്കുന്നത് കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇത് നോക്കി അങ്ങോട്ട് ചെയ്ത് പോകാനേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ അത് വീതി കുറഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ. ഈ കുത്തിൻ്റെ പുറത്തു കൂടെ അങ്ങോട്ട് തയ്ച്ചു പോവാം കേട്ടോ. അപ്പം ഞാനിത് കൂടുതലായിട്ട് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അവർക്ക് ഈ 2 ഭാഗമൊക്കെ ഷേപ്പ് ചെയ്തൊക്കെ വരക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഒരേ അളവിൽ കിട്ടണമെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. നല്ലൊരു ടിപ്പാണിത്. 2 ഭാഗത്തും ഒരേപോലെ തന്നെ നമുക്കിങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൻ്റെ മീതെ വെച്ച് കാണിച്ചു തരാം. ഒരേ ഭാഗത്ത് തന്നെയാണോ ഈ സ്റ്റിച്ച് വന്നിരിക്കുന്നതെന്ന്. കണ്ടോ, ഒരേ ഭാഗത്ത് തന്നെയാണ് ഈ 2 സ്റ്റിച്ചും ഇതുപോലെ ഒരേപോലെ തന്നെയാണ്. ഈ വീതിയും കുറച്ചുകൂടി താത്തി നമുക്ക് നോക്കാം. കണ്ടോ, ഈ 2 സ്റ്റിച്ചും ഒരേ അളവിൽ, ഇവിടെ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് കറക്റ്റ് അളവിൽ 2 ഭാഗം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.